ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡിസംബറിൽ പാടുന്ന പാട്ടിൻ്റെ വീഡിയോ അയച്ചത്. പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് പാടുന്ന മനോഹരമായ കൊയർ. They are singing so well. Instruments are excellent. They were using it so nicely. അതിമനോഹരം. എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, എത്ര മനോഹരമായിട്ടാണ് ഇവരിത് പാടുന്നത്. ഈ സ്ഥലം ഒന്ന് മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർ പള്ളിക്കുള്ളിലാണ് ആ പാട്ട് പാടുന്നത്. യേശു മനുഷ്യനായി അവതരിച്ചതിൻ്റെ മനോഹരമായ ഗാനങ്ങൾ അവർ പാടുകയാണ്. അത് അവർ പാടുന്നത് ചർച്ചിൻ്റെ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ്. അത് തെറ്റാണോ? ഒട്ടുമല്ല, തെറ്റല്ല, വളരെ വളരെ ശരിയാണ്. അവർ അവിടെ പാടണം. എന്നാൽ ആ പാട്ട് പള്ളിക്കുള്ളിലെ സ്റ്റേജിൽ അത് അവസാനിക്കാൻ പാടില്ല. ഈ പള്ളിയിൽ ഒരു 10,000 പാട്ട് പാടിക്കണില്ലേ? യേശു ജനിച്ചതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോ? എന്നാൽ യേശു ജനിച്ചു, യേശു മനുഷ്യനായി അവതരിച്ചു എന്ന സന്ദേശം അറിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. കോടിക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും വന്ന് പാടിയാൽ സത്യത്തിൽ ആ പാട്ടിൻ്റെ മാറ്റ് ഒരു 100 തവണ കൂടുമായിരുന്നു. ഇവിടെ ഈ കീബോർഡ് പ്ലെയർ, ഈ പാട്ടുകാരി ഒന്ന് മാറിയിട്ട് വേണം അടുത്ത ആളിന് കയറാൻ. അവൾ കാത്തിരിക്കുകയാണ്, എനിക്കെപ്പോൾ അവസരം കിട്ടും. കാരണം ഇവർ തമ്മിൽ വളരെ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പാട്ടിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിൽ. കീബോർഡിസ്റ്റ്, അവനെപ്പോലെ നന്നായി കീബോർഡ് വായിക്കുന്ന ഒരു 10 പേരവിടെ ഉണ്ട്. അവർ ചിന്തിക്കുകയാണ്, എനിക്കെപ്പോൾ അവസരം കിട്ടും. ഒന്ന് മാറിയിരുന്നെങ്കിൽ എത്രയോ 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 അവസരങ്ങൾ അല്ല, അത്യാവശ്യങ്ങൾ. അതെ, പല സ്ഥലങ്ങളിലും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗ്രാമങ്ങളിൽ ഡോക്ടേഴ്സ് എത്തിയിട്ടേയില്ല. യാത്ര ചെയ്യുമ്പോൾ ഒരു ഡോക്ടറുടെ പേര് കണ്ടു, ട്രെയിൻഡ് ബൈ NIOS, നാഷണൽ ഓപ്പൺ സ്കൂൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ. NIOS അത് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമല്ല. അത് 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയോ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, ഡോക്ടർ ട്രെയിൻഡ് ബൈ NIOS. അത്തരം ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട്. പക്ഷെങ്കിൽ ഗ്രാമക്കാർക്ക് ശരിയായ ചികിത്സ ലഭിക്കാതെ അവർ ഈ ഡോക്ടറുടെ അടുക്കൽ പോയാൽ അധികം രോഗിയാകുന്നു. അനേക ആത്മീക വൈദ്യന്മാരുണ്ട്, അനേക പാട്ടുകാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, 25,000 പേർക്കിരിക്കാവുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഒരു പാട്ടുകാരൻ വന്നപ്പോൾ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ എത്രയോ ചെറിയ സമയം കൊണ്ട് 1,00,000 പേരാണ് ആ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി തയ്യാറായത്. നല്ല പണം കൊടുത്ത് ലോകത്തിൻ്റെ പാട്ട് കേൾക്കുവാൻ ആളുകൾ, അവർ യൗവനക്കാർ, അവരുടെ അടുക്കിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കേട്ടെടുത്ത് തന്നെ കേൾപ്പിക്കുകയാണോ? പറഞ്ഞവരോട് തന്നെ, കേട്ടവരോട് തന്നെ പറയുകയാണോ?
1000 തവണ കേട്ടവരോട് ഒരു തവണയോടെ നമ്മൾ പറയുകയാണോ? ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കുഞ്ഞുങ്ങൾ മനോഹരമായി പാടുന്ന ഈ പാട്ടുകാർ, ഈ കീബോർഡിസ്റ്റ്, ഈ ഡ്രമ്മിസ്റ്റ്, ഈ ഗിറ്റാറിസ്റ്റ്, ഇവരൊക്കെ ഒരു വെക്കേഷൻ, ഒരു 5 ദിവസം, ഒരു 10 ദിവസം മാറ്റിവെച്ച്, ഇംഗ്ലീഷ് പാടുന്ന ഒരാൾക്ക് ഹിന്ദി പാട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒരല്പം സമയം വേണ്ടി വരും. 1-2 ദിവസം, 1-2 ആഴ്ച ശ്രമിച്ചാൽ ഒരു 10 പാട്ട് പഠിക്കാം. അത് പാടിയാൽ മാത്രം മതി. നൂറുകണക്കിന് ആളുകൾക്ക് നല്ല ഒരു പാട്ട് നേരിട്ട് കേൾക്കുവാനുള്ള അവസരം. ആ മനോഹരമായ പാട്ട് അവരെ സ്വാധീനിക്കും. അതോടൊപ്പം ഒരു ചെറിയ സന്ദേശം. ഇത് ഡിസംബർ ആകുമ്പോൾ എത്രയോ ഇടത്തു നിന്നാണ് സഹോദരങ്ങൾ വിളിക്കുന്നത്, ഭയ്യ ഒന്ന് വരാമോ, ഒന്ന് വരാമോ, ഒന്ന് വരാമോ. നമ്മൾക്കൊരു ദിവസം ഒരിടത്തെ പോകാൻ പറ്റൂ, എന്നാൽ 100 പേര് വിളിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥലത്തൊന്ന് വരാമോ. വളരെ വിഷമം തോന്നും. നമ്മളൊന്നും പേര് കേട്ട പ്രസംഗകരോ ഒന്നും അല്ലല്ലോ, എന്നിട്ടും നമ്മളെ 100 പേര് വിളിക്കുക. അതിൽ 99 പേരോടും പറയേണ്ടി വരികയാണ്, പറ്റില്ല, അവർക്ക് വിഷമമാണ്. അപ്പോൾ പറയും, ഭയ്യ ആരെയെങ്കിലും ഒന്ന് അയക്കാമോ. ഞാൻ ഓർക്കും, ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും സ്ഥിതി ഇതൊക്കെയാണ്. നമ്മുടെ കഴിവുകൾ നമ്മുടെ പള്ളിക്കെട്ടിടത്തിൻ്റെ സഭാ ഹാളിൻ്റെ 4 ചുമരുകൾക്കകത്ത് മാത്രം പാടി തീർക്കാനുള്ളതാണോ? പ്രസംഗിച്ച് തീർക്കാനുള്ളതാണോ? അവിടെ നമുക്ക് നല്ല കയ്യടി കിട്ടുമായിരിക്കും. അവിടെ കടന്നു വരുന്നവർ മനോഹരമായ വസ്ത്രം ധരിച്ചവരായിരിക്കും. ഇവിടെ കടന്നു വരുന്നവർ പൊടി പിടിച്ച വസ്ത്രം ധരിച്ചവരായിരിക്കും. അവിടെ കടന്നു വരുന്നവർ വില കൂടിയ വാഹനത്തിൽ വരുന്നവരായിരിക്കും. ഇവിടെ കടന്നു വരുന്നവർക്ക് സൈക്കിൾ പോലും കാണില്ല. അവിടെ കടന്നു വരുന്നവരിൽ പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെയുള്ള ധാരാളം ആളുകൾ പലരും ഉണ്ടായിരിക്കും. ഇവിടെ 10ാം ക്ലാസ് പാസ്സായവർ പോലും ചുരുക്കമായിരിക്കും. അവിടെ കടന്നു വരുന്നവർക്ക് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള വീടുകളുണ്ടായിരിക്കും. ഇവിടെ കടന്നു വരുന്നവർക്ക് കുടിവെള്ളം കിട്ടുവാൻ പോലും മാർഗം ഇല്ലായിരിക്കും. എന്നാൽ ആരുടെ പേരിലാണോ നമ്മൾ ഈ പാട്ട് പാടുന്നത്, തന്നെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരു വാക്യം താൻ തന്നെ വായിച്ചത് പഴയ നിയമത്തിൽ നിന്നും ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം മുതൽ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു ഭൂമിയിൽ അവതരിച്ചത് സമ്പന്നന്മാരോട് സുവിശേഷം അറിയിക്കാനല്ല, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. എന്നാൽ ഇന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ആരുമില്ല. ആരെങ്കിലും 500 പേരുടെ സഭയിൽ അപ്പോയിൻറ്റ് ആയാൽ, ആരെങ്കിലും 700 പേരുടെ സഭയിലെ പാസ്റ്റർ ആയാൽ എല്ലാവരും പറയും, എത്ര നല്ല പാസ്റ്റർ, അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടി, അർഹതപ്പെട്ടത് കിട്ടി, അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു, അഭിഷിക്തനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ അവസരം കിട്ടി. കർത്താവിന് അഭിഷേകം കുറവായിരുന്നതുകൊണ്ടാണോ താൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പോയത്? താൻ കുച്ചലെ ഹുവോങ്കോ ചുടാനെ കെലിയെ, ആരാണോ തകർക്കപ്പെട്ടത്, ആരാണോ കാലിന് കീഴിൽ അമർത്തപ്പെട്ടത്, അവരെ വിടിക്കുവാൻ വേണ്ടി യേശു പോയത്, യേശു അവരുടെ അടുക്കിലേക്ക് പോയത്, അത് യേശുവിന് അവസരം കിട്ടാഞ്ഞിട്ടാണോ? എന്താ കർത്താവ് നമ്മളെപ്പറ്റി പ്രതീക്ഷിക്കുന്നത്? പള്ളിയുടെ അകത്തു മാത്രം പാടാനോ? പള്ളിയുടെ അകത്തു മാത്രം പ്രസംഗിക്കാനോ? ഒരു ദേവദാസൻ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടം പള്ളി മണി കേൾക്കുന്ന ആ ദൂരത്തിനുള്ളിൽ താമസിക്കാനാണ്. പള്ളിമണിയുടെ ശബ്ദം കേൾക്കുന്ന ആ സ്ഥലത്തിന് ഉള്ളിൽ, ആ വിസ്തൃതിക്കുള്ളിൽ താമസിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്കിഷ്ടം നരകത്തിൻ്റെ ഒരു യാർഡിനിപ്പുറത്ത് ഒരു റെസ്ക്യൂ സെൻറ്റർ തുടങ്ങാനാണ്. യൗവനക്കാരെ, നമുക്ക്
ഡിസംബർ മാസത്തിൽ ഏത് സമയത്തും ഏതു ഭാഷയും ആയിക്കൊള്ളട്ടെ, സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക്, സുവിശേഷകർ കുറവുള്ള ഇടത്തേക്ക്, നല്ല പാട്ടുകാരില്ലാത്ത ഇടത്തേക്ക്, അവിടേക്ക് പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടില്ലായിരിക്കും, ലൈക്സ് കൂടില്ലായിരിക്കും, ഷെയർ ചെയ്യുവാൻ ആരുമില്ലായിരിക്കും. സാരമില്ല, സ്വർഗം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ പള്ളിക്കുള്ളിൽ പാടുന്നവരെ നമുക്ക് അയക്കാം, അവരുമായി നമുക്ക് പോകാം. ലീഡേഴ്സ്, നേതൃത്വമേ, നമുക്കവരുമായി പോകാം. ഈ വെല്ലുവിളികൾ നമുക്കവരുമായി പങ്കുവയ്ക്കാം. നമ്മുടെ യൗവനക്കാർ സുവിശേഷവാഹകരാകട്ടെ, അവർ പാടട്ടെ. ഈ പാട്ട് കേട്ടിട്ടില്ലാത്തിടത്ത്, 10,000 തവണ കേട്ടയിടത്ത് പാടുന്നതിനേക്കാൾ എത്രയോ അത്യാവശ്യമാണ് കേട്ടിട്ടില്ലാത്ത ഇടത്ത് ഒരിക്കൽ പാടുക, ഒരിക്കൽ പ്രസംഗിക്കുക. അതിനുവേണ്ടി ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.